നമസ്കാരം. ഗുരുഗീത 11 തൊട്ട് 15 വരെയുള്ള ശ്ലോകങ്ങൾ. സർവപാപവിശുദ്ധാത്മാ ശ്രീ ഗുരോ പാദസേവനാത് ദേഹി ബ്രഹ്മ ഭവേദ്യസ്മാത് ത്വത്കൃപാർത്ഥം വദാമി തേ. സർവപാപരഹിതനും വിശുദ്ധാത്മാവുമായ ശ്രീ ഗുരുവിൻ്റെ പാദസേവ കൊണ്ട് മനുഷ്യൻ എങ്ങനെ ബ്രഹ്മമയമായി ഭവിക്കുന്നുവോ അക്കാര്യം ദേവി നിന്നോടുള്ള കൃപയാൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഗുരുപാദാംബുജം സ്മൃത്വാ ജലം ശിരസി ധാരയേത് സർവതീർത്ഥാവഗാഹസ്യ സംപ്രാപ്നോതി ഫലം നരഃ. ഗുരുപാദാംബുജം സ്മരിച്ചുകൊണ്ട് ശിരസിൽ ജലധാര ചെയ്യുകയാണെങ്കിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളിലും സ്നാനം ചെയ്യുന്ന ഫലം മനുഷ്യർക്കുണ്ടാകും. ശോഷണം പാപപങ്കസ്യ ദീപനം ജ്ഞാനതേജസാം ഗുരുപാദോദകം സമ്യക് സംസാരാർണവതാരകം. ഗുരുപാദജലം പാപമാകുന്ന പങ്കത്തെ നശിപ്പിക്കുന്നു, ജ്ഞാനതേജസ്സിനെ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല സംസാരമാകുന്ന സമുദ്രത്തെ കടക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അജ്ഞാനമൂലഹരണം ജന്മകർമ്മനിവാരണം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദകം പിബേത്. അജ്ഞാനത്തെ നിർമൂലനം ചെയ്യുന്നതും ജനനമരണാദി കർമ്മങ്ങളില്ലാതാക്കുന്നതുമായ ഗുരുപാദജലം ജ്ഞാനം, വൈരാഗ്യം എന്നിവ ലഭിക്കാനായി കുടിക്കേണ്ടതാണ്. ഗുരോപാദോദകം പീത്വാ ഗുരോരുച്ഛിഷ്ടഭോജനം ഗുരുമൂർത്തിം സദാ ധ്യാനം ഗുരുമന്ത്രം സദാ ജപേത്. ഗുരുപാദജലം ആചമിച്ച് ഗുരുവിൻ്റെ ഉച്ഛിഷ്ടം ഭുജിച്ച് ഗുരുരൂപത്തെ സദാ ധ്യാനിച്ച് ഉപദേശിച്ച മന്ത്രം സദാ ജപിക്കേണ്ടതാണ്. 16 കാശീക്ഷേത്രം തന്നിവാസോ ജാനവീചരണോദകം ഗുരുർവിശ്വേശ്വര സാക്ഷാത് താരകം ബ്രഹ്മനിശ്ചിതം. കാശി ഗുരുവിൻ്റെ വാസസ്ഥാനമാണ്. ഗംഗ ഗുരുപാദജലവുമാകുന്നു. ഗുരു തന്നെ സാക്ഷാൽ വിശ്വേശ്വരൻ, താരകബ്രഹ്മവും ഗുരു തന്നെ എന്ന് നിശ്ചയം.